നമസ്കാരം. കേരളത്തിലെ വിവിധ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കൊടുത്ത YWIW ജോബ് കൺസൾട്ടൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ വിവിധ തരം ജോലി ഒഴിവുകൾ ഞങ്ങളുടെ YWIW ജോബ് കൺസൾട്ടൻസിയിൽ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ചാനലിൽ ഇടുന്ന തൊഴിലവസരങ്ങൾ, അതായത് പല വിധത്തിലുള്ള തൊഴിൽ വാർത്തകൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്നും വിവിധ തൊഴിൽ മാധ്യമങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റികൾ ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് വേണം നടത്താൻ. കാരണം ഇടപാടുകൾ നടത്തുന്ന സമയത്ത്, അത് ഏത് തരം ഇടപാടുകളായാലും അത് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കബളിക്കപ്പെട്ടാൽ ഞങ്ങളുടെ കമ്പനി അതിൽ യാതൊരുവിധ ഉത്തരവാദിയും ആവുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് ഓപ്പർച്യൂണിറ്റിയുടെ മറ്റു വിശദാംശങ്ങളുടെയൊക്കെ ജെന്യുവിനിറ്റി കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂറോപ്യൻ കൺട്രിയായ ഓസ്ട്രിയ നമുക്ക് നൽകുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണെന്നാണ്. അതായത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ് യൂറോപ്യൻ കൺട്രിയിൽ പോയാൽ നമുക്ക് എന്തൊക്കെ തരം ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും, ആ രാജ്യത്ത് നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ, നമ്മൾ ഇന്ത്യക്കാർക്ക് പറ്റിയ എന്തെങ്കിലും തൊഴിൽ അവസരങ്ങളുണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഓസ്ട്രിയ എന്ന് പറയുന്നത് നല്ലൊരു സാമ്പത്തിക ശക്തി തന്നെയാണ്. ഒത്തിരി തൊഴിൽ അവസരങ്ങളും നമുക്ക് ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ഏജൻസിയുടെയും മറ്റു തൊഴിൽ ഏജന്റുമാരുടെയൊക്കെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ തൊഴിൽ അവസരങ്ങളെ പറ്റി അറിയാനൊക്കെ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓസ്ട്രിയ, ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നല്ലൊരു സാമ്പത്തിക ശക്തി തന്നെയാണ് ഓസ്ട്രിയ. അതുപോലെ തന്നെ എന്താണ്, ഈ ഓസ്ട്രിയയിൽ നമ്മൾ പോകുന്ന സമയത്ത്, ഒരു വർക്ക് വിസ കിട്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഡിപ്പെൻസിന് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിപ്പെൻസിന് അവിടെ ലീഗലി വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൂടി ഉണ്ട്. 1 വർഷം മുതൽ 5 വർഷം വരെയാണ് നമ്മുടെ ഒരു വർക്ക് പെർമിറ്റിന്റെ എന്താണ് വിസ ടൈം പറയുന്നത്. അത് നമ്മുടെ ജോലി അന്വേഷിച്ചിരിക്കും. അതായത് നമ്മുടെ ജോലിയുടെ ഒരു ടൈപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാലാവധി, വിസ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, ഞാൻ പറഞ്ഞു ഈ 1 വർഷം മുതൽ 5 വർഷം വരെയാണ് നമ്മുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയ്മെന്റ് സ്കീമിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓസ്ട്രിയ എന്ന രാജ്യത്ത് പോവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ടാക്സ് കുറവാണ്. മറ്റ് യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച് ടാക്സ് കുറവാണ്. 20% വരെയൊക്കെയാണ് ഇതിന്റെ ടാക്സ് വരുന്നത്. ടാക്സ് കുറവുള്ള ഒരു യൂറോപ്യൻ കൺട്രി തന്നെയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ജർമ്മനി അപേക്ഷിച്ച് 25% എന്താണ് ടാക്സ് കുറവുള്ള രാജ്യമാണ് നമ്മുടെ ഓസ്ട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് പോകാം, വർക്ക് ചെയ്യാൻ, നമ്മുടെ ഡിപ്പെൻസിനെ കൊണ്ട് പോവാം. എന്താണ്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. നമുക്ക് ഒരു ശരാശരി ആവറേജ് സാലറി എന്ന് പറയുന്നത് 3000 യൂറോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാം. എവിടെ പോയാലും നമുക്ക് ഓസ്ട്രിയയിൽ പോവാം. അപ്പോൾ എന്താണ്, അത്തരത്തിൽ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ഡിപ്പെൻസിനെ കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾ അവിടെ കിട്ടുന്ന പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അത് അങ്ങനൊരു അവസരം പബ്ലിക് യൂണിവേഴ്സിറ്റി, അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് തന്നെ ആയാലും, PG ആയാലും ഏത് തരം സ്റ്റഡീസ് ആയാലും, ഹയർ എഡ്യൂക്കേഷൻ ഏത് തന്നെ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഓസ്ട്രിയ നൽകുന്നുണ്ട്. 4 തരത്തിലുള്ള വിസയാണ് ഈ ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് റെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ്, അതായത് റെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ്, ഇത് 1 വർഷത്തെ കാലാവധിയാണ് വരുന്നത്. പിന്നെ പറയുന്നത് സ്റ്റാൻഡേർഡ് വർക്ക് പെർമിറ്റ് ആണ്, 2 വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് 5 വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് റെഡ് കാർഡ് പെർമിറ്റ് ആണ്. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ റെഡ് കാർഡ് പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് പെർമിറ്റിന്റെയും അതുപോലെ റെസിഡൻഷ്യൽ പെർമിറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. 2 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വർക്കിന്റെ അനുസരിച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് വിസയുടെ കാലാവധികളും മറ്റും വരുന്നത്.
ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഒരു ഏജൻസിയുടെയും സഹായം ഇല്ലാതെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞു സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിൽ ഒത്തിരി അവസരങ്ങൾ നമുക്ക് ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഏജൻസിയുടെയും സഹായം ഇല്ലാതെ നമ്മൾ സ്വയം നമുക്ക് എങ്ങനെയാണ് ഈ അവസരങ്ങൾ അറിയാൻ പറ്റുന്നത്, ഏതൊക്കെ അവസരങ്ങളുണ്ട്, അതിലൊക്കെ എങ്ങനെയൊക്കെ അപേക്ഷിക്കാം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ Europe.eu എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു പോർട്ടൽ ഓൺ ചെയ്ത് വരും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നിങ്ങളുടെ യൂറോപ്യൻ രാജ്യം, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്, ഓസ്ട്രിയ ആണ്, അത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഓസ്ട്രിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വാക്കൻസീസ് അവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് അൺസ്കിൽഡ് ആയാലും സ്കിൽഡ് ആയാലും ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡ്രൈവർ എന്നുള്ളത് എടുക്കാം നമുക്ക്. അപ്പോൾ ഡ്രൈവർ നമ്മൾ സെർച്ച് ചെയ്താൽ അവിടെ ഏതൊക്കെ ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവർ, ബസ് ഡ്രൈവർ അങ്ങനെയുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഡോക്ടർ ഫീൽഡാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള അനുസരിച്ചിട്ടുള്ള ഫീൽഡുകളായാലും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബുകൾ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രൈവറാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രൈവർ ഓപ്പൺ ചെയ്ത് അത് ഏത് ഡ്രൈവറാണ് നമുക്ക് വേണ്ടത്, അത് ഏത് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, അത് സെർച്ച് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ജോബ് റോൾസ്, ഇപ്പം സ്കിൽഡ് ഒക്കെ ആകുമ്പോൾ എന്താണ് ഒത്തിരി ജോബ് റോൾസും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടാവും അല്ലേ, ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെങ്കിൽ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ കാണും. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ വായിച്ചെടുക്കാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ അപ്ലൈ നൗ എന്നുണ്ടാവും, അപ്ലൈ ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമെയിൽ ID നമുക്ക് അവിടെ തരും. അവരുടെ ഇമെയിൽ IDയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് CV വിത്ത് കവർ ലെറ്റർ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. CV അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ATS ഫ്രണ്ട്ലി CV മാത്രം അയക്കാൻ ശ്രമിക്കുക. അതാണ് വേഗത്തിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയ CV നമ്മുടെ കവർ ലെറ്ററും കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ ഇമെയിലിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി വേണ്ടവരും പ്രോപ്പർട്ടി വിൽക്കാനുള്ളവരും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കമ്പനിയുടെ മറ്റ് സർവീസുകൾ വേണ്ട ആളുകളും ശ്രദ്ധിക്കാം. കേരളത്തിൽ ഒരു ജോലി യാതൊരുവിധ എക്സ്ട്രാ സർവീസ് ചാർജും ഇല്ലാതെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ YWIW ജോബ് കൺസൾട്ടൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ജോബ് കൺസൾട്ടൻസി നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ YWIW റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ YWIW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും വാച്ച് അവർ കൂട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേക്ക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, DM വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. കേക്ക് സ്റ്റുഡൻറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളിലും വീട്ടിലിരുന്ന് YWIW വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വഴി, വീട്ടമ്മമാർ വഴിയാണ് നിങ്ങൾക്ക് ഈ സർവീസുകളെല്ലാം കമ്പനി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് വഴി വരുന്ന വരുമാനമാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് വർക്ക് ഫ്രം ഹോം പേയ്മെൻ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ സർവീസ് ആവശ്യമുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് കമ്പനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതാത് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഈ സർവീസ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു സഹായം കൂടിയാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റ് സർവീസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് ആയിട്ട് www.ywiwgroup.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.